1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8008000120. അയ്യോ കനി, ഞാൻ ഇപ്പൊ പോവതില്ലേ? അടുത്ത വർഷം തന്നെ. അടുത്ത വർഷം ഒരു 8 മാസം ആവുമ്പോഴേ പോവത്തുള്ളൂ. പിന്നല്ലാണ്ട് നീനുന്റെ വീട്ടിലൊക്കെ പോയി. നീ എതുക്കുമ്മാ വരുത്തപ്പെടണോ? ഇല്ല ഞാന് കോളേജ് തുടങ്ങി ഒരു 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. நான் அங்க போனாலும் அடிக்கடி உன்னை கால் பண்ணுவேன், டெக்ஸ்ட் பண்ணுவேன், உன்னை ரொம்ப மிஸ் பண்ணுவேன். போதுமா? ஆமாடி செல்லம், நீ தானே என்னோட கடைசி பெஸ்ட் ஃப்ரெண்ட். சென்னையில கடைசி பெஸ்ட் ஃப்ரெண்ட். ஆமா. இல்ல இங்க வேற പരിപാടി ഒന്നും ഇല്ല. நான் கொஞ்சம் பிளானிங் எல்லாம் பண்ணணும். என்னது? கேசன்னா இருக்காமானா? நான் பேசணுமா? பின்ன கேசன்னா இங்க இருக்கு. ஆனா கொஞ்சம் தூரத்துல தான். நான் அப்புறம் கால் பண்றேன். பை கனி. ശിവാടേ, വെറും മോശം പരിപാടി. മോശം പരിപാടി ആണോ? കനി എന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞല്ലേ? കനിമ. എന്ന് നല്ല പേര്. കനിമായ? ആച്ചി സന്തന. അല്ല കുഴപ്പമില്ല, കൊച്ചു സംസാരിക്കണോണ്ട് വേണ്ടെന്ന് പറയാം. എന്തൊരു കൊച്ചടി. തൽക്കാലം വേണ്ട. ചേച്ചിയുടെ ചെന്നൈയിലെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? അതെ വാർക്കുട്ടാ, ഞാനവിടെ ചെന്നപ്പോഴത്തേക്കേ ആദ്യ കമ്പനി ആയത് കനിയുമായിട്ടാ. എന്നെ ഭയങ്കര കാര്യമാണ്. എപ്പോഴും എന്റെ കൂടെയാണ് നടത്തം. ഇപ്പൊ ഞാൻ ഈ ആഫ്രിക്കയിൽ പോകുന്ന കാര്യം ചുമ്മാ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും തുടങ്ങിയില്ലേ വലിയ വയത് കരച്ചിലും നിലവിളിയും ബഹളവും ഒക്കെ. എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചേക്കുന്നത്? മറ്റേ നീനു എന്ത് പറഞ്ഞു? അവള് സീനാക്കിയില്ലേ. അവള് അങ്കിളിനെ ആന്റിയൊക്കെ വിളിച്ച് പറഞ്ഞു അവള് ഫുള്ള് സെറ്റാണ്, എല്ലാം റെഡി ആയിക്കോളാനായിട്ട്. ഇപ്പൊ പോയേ പറ്റൂ. പിന്നെ അക്കോമഡേഷന്റെ കാര്യം ചോദിച്ചായിരുന്നേ. അപ്പം ആന്റി പറഞ്ഞു അവർക്ക് ടൗണിൽ നിന്ന് മാറിയിട്ട് ഒരു വലിയ വില്ലയും ഫാം ഹൗസ് ഒക്കെ ഉണ്ട് അത്രേ. അപ്പൊ ഞാനും നിന്നും കൂടെ അവിടെ നിന്നാ മതി. സംഗതി ടൗണിലോട്ട് ഒരു 1 മണിക്കൂർ ദൂരമുണ്ട്. പക്ഷെ ടൗണിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. വേണ്ട എല്ലാ കാര്യങ്ങളും വില്ലക്കകത്തുണ്ട്. പിന്നെന്താ കാര്യം? അത് നല്ലതാണ്, അതാകുമ്പോ സേഫ്റ്റി ആണല്ലോ. അത് തന്നെ. എന്തായാലും 21 വയസ്സിന് മുന്നേ ഒരു ജോലി വാങ്ങണമെന്നുണ്ടായിരുന്നു. ആ ആഗ്രഹം സാധിച്ചു. അപ്പൊ നീ മുന്നോട്ട് കൊണ്ട് പഠിക്കണില്ലേ? അല്ല, അങ്ങനെയല്ല. ഇതിപ്പം അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കോഴ്സ് ഒക്കെ ചെയ്യണം. അതൊക്കെ അവിടെ പോയിട്ടൊക്കെ നോക്കാലോ. ശമ്പളം വലിയ ശമ്പളം ആയിരിക്കുമോ? വലിയ ശമ്പളമൊക്കെ ആയിരിക്കും. പക്ഷെ ആദ്യം ഇവിടുത്തെ പോലെ തന്നെയാണ് അവിടെ. നമുക്കൊരു ട്രെയിനിങ് ഒക്കെ ഉണ്ടാവില്ല 2-3 മാസം. അതായത് നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കൺസ്ട്രക്ഷൻ രീതികൾ എങ്ങനെയാണ്, നിയമം എങ്ങനെയാണ്, അതൊക്കെ പഠിക്കണമല്ലോ. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ പ്രൊജക്റ്റ് ഒക്കെ കിട്ടും. അപ്പൊ കുറെ സാലറി ഒക്കെ കിട്ടും. നിങ്ങളിപ്പോഴും ആഫ്രിക്കയിൽ തന്നെ നിൽക്കുക, തിരിച്ചിങ്ങ് വന്നില്ലേ? എങ്ങനെ വരാൻ പറ്റും? വേറൊരു ചെറിയ വിഷയം ഉണ്ടായി. അങ്ങനെ സീരിയസ് വിഷയമൊന്നും അല്ല. അതായത് ഇവളുടെ അച്ഛനോട് ഞാൻ 2-3 പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ. അത് അവള് ഫോണിൽ വിളിക്കുമ്പോ ഇതിപ്പോ കാര്യങ്ങൾക്ക് ഇത്ര പെട്ടെന്നായപ്പോഴത്തേക്കും അങ്ങളൊന്ന് ഒഫീഷ്യലായിട്ട് എല്ലാം കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് നേരിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ചെറിയൊരു ടെൻഷൻ. അതിന് ടെൻഷൻ അടിക്കണം എന്തിനാ? കാര്യങ്ങളൊക്കെ നല്ലോണം ചോദിച്ചു മനസ്സിലാക്ക്. ഇത്രയും കാശൊക്കെ കൊടുത്ത് പോണതല്ലേ. പിന്നെ നിന്റെ ഹയർ സ്റ്റഡീസും പകുതിക്ക് വെച്ച് ബ്ലോക്ക് ആവും. കാശ് കൊടുക്കണോ? ആര്? പിന്നെ പോവാൻ വേണ്ടി കാശ് കൊടുക്കണ്ടേ? എന്തിന്? ചേച്ചി അങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ, ബാക്കി എല്ലാ പരിപാടികളും നോക്കുന്നത് അങ്ങളാ. നമുക്കൊരു ചില്ലി കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആണോ? അതിപ്പോ ലാഭമല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീംസ് ഒന്നും അല്ല അവര്. അവിടെ സെറ്റില്ലാന്നേ ഉള്ളൂ. നാട്ടിൽ എന്തുമാത്രം പ്രോപ്പർട്ടീസ് ആണെന്നറിയോ? കോടികളുടെ കളിയാ, കോടികളുടെ. സത്യം പറഞ്ഞ അവളെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഇട്ടുന്നുണ്ടല്ലോ, എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. കേശുണ്ട് മെറഞ്ഞേച്ച കിട്ടിയത് പോലെ. ഞാൻ പിന്നകത്ത് വല്ലതും പറഞ്ഞ ഉണ്ടായിരിക്കില്ലായിരുന്നു. വേണ്ട പാറുമായി. എന്നാ പിന്നെ മാറ്റി പറയാം. ലച്ച ചേച്ചിക്ക് സിദ്ധോളേനെ കിട്ടിയത് പോലെ. ചേച്ചിക്ക് കിട്ടാൻ സമയമായിട്ടുണ്ട്. കൈവാക്കിനെ നിക്കണേ. ആഞ്ഞൊന്ന് തന്നാണ്ടല്ലോ മോള് ഇവിടുന്ന് കരഞ്ഞോണ്ട് ഓടും. എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ വീട് നമ്മുടെ പേരിലായതിനു ശേഷം നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ വരുന്നില്ലേ? ഉണ്ടല്ലേ? ഉണ്ട്. കിസിക്കു നീമ്പു പാനി ചെയ്യേ? നാരങ്ങ വെള്ളം വേണോന്ന്?
നിനക്ക് വേണോടാ? സ്വാഭാവികമായിട്ടും വേണമായിരിക്കും. നിനക്കാ? എന്തായാലും എടുക്കുമല്ലോ, ഒരു ഗ്ലാസ് എടുത്തോ. എന്നാ ബാ എന്റെ കയ്യാളായിട്ട്. ആ എത്തിക്കഴിഞ്ഞ കേശുവേ ഓ വന്നേ നിന്റെ അക്രമത്തിന്റെ ഭാഗത്ത് പാറുവിന്റെ മേത്ത് കൂടി എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഓ യോയ് പോണല്ലേ? പിന്നല്ലാണ്ട് ഒന്ന് പോയി നോക്കട്ടെ. ഇന്ന് വിളിക്കുവോ? ഏ പുള്ളിക്കാരിയുടെ അച്ഛൻ ഇന്ന് വിളിക്കുവോ? ഇന്ന് വിളിക്കൂന്നാ പറഞ്ഞേ. പിന്നെ വിളിക്കുമ്പോഴേ ഇന്ന് കൂടെ നിക്കണേ. ഞാൻ വല്ല പൊട്ടത്തരം വിളിച്ചു പറയൂല്ലെങ്കിൽ. ഓ ഓ ആണല്ലോ വലുതായിട്ട്